നമസ്കാരം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. SeemaChakka. വഴക്കോട്ടൊക്കെ ഇതിനെ കടച്ചക്ക എന്ന് പറയും. ഇത് ഞാൻ 100 രൂപ കൊടുത്ത് 2 എണ്ണം വാങ്ങിച്ചതാണ്. വലിയ കുഴപ്പമില്ല. കാരണം ഇത് വലിയ കീടനാശിനികളോ മറ്റു വളപ്രയോഗങ്ങളോ ഒന്നും ഉപയോഗിച്ച് കാണാൻ വഴിയില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത്രയും പ്രമേഹം, ഹൃദ്രോഗം എന്നിവയൊക്കെ തടയുന്നതിനും പിന്നെ ഈ മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ളവർക്ക് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താനൊക്കെ ഇത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് വെച്ചൊരു പുഴുക്കുണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം SeemaChakka എടുത്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ കാണുന്ന പൂഞ്ച് അല്ലെങ്കിൽ കൂന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകി മാറ്റി വയ്ക്കുക. പിന്നെ ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒറ്റ അടി അടിച്ച് എടുക്കുക. ദാ ഇതുപോലെ അടിഞ്ഞാൽ മതിയാകും. ഇനി ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ പാത്രത്തിലോട്ടിട്ടിട്ട് നമ്മൾ ഈ അടിച്ചു വച്ചിരിക്കുന്ന പാല് കൊത്തോടു കൂടി തന്നെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇനി ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇനി ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. ഇതാ റെഡിയായി വരുന്നു. അപ്പോൾ നമ്മുടെ കടച്ചക്ക പുഴുക്ക് റെഡി. ഇനി ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കടച്ചക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഈ കടച്ചക്ക പുഴുങ്ങിയതിന് കടുക് വറുത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വയ്ക്കണം. എന്നിട്ട് ഈ കഷ്ണങ്ങൾ 2-ാം പാലിൽ പകുതിയോളം വേവിച്ചെടുക്കുക. ശേഷം 1-ാം പാൽ ചേർത്ത് വേവിക്കണം. പിന്നീട് തേങ്ങ ചിരകിയത് ചേർത്ത് ഇളക്കി ഉപയോഗിക്കാം. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് ഈ 3-ാമത്തെ മെത്തേഡാണ്. അപ്പോൾ കടച്ചക്കയൊക്കെ കിട്ടുമ്പോൾ അത് പാഴാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.